കലോത്സവ വേദിയിൽ 3 ഇനങ്ങളിൽ തുടർച്ചയായി വിജയിയായ ഒരു ജേതാവാണ് നമ്മുടെ കൂടെ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇംതിയാസ്, എന്താണ് പറയാനുള്ളത് ഈ ഒരു വിജയത്തിന്? പറയാനുള്ളത് എന്താ വെച്ചാൽ എല്ലാം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് കിട്ടി. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ എൻ്റെ പാരൻസിനും എന്നെ പഠിപ്പിച്ച സാർമാർക്കും ഒക്കെ നൽകുകയാണ്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കാരണം ഒരു കാരണം കൂടിയാണ് എനിക്ക് ഈ വിജയം കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഓക്കെ, പിന്നെ ഏതൊക്കെ ഇനങ്ങളാണ്? അതായത് ഡ്രംസ് സോളോ, അതായത് ട്രിപ്പിൾ ജാസ് ഇനത്തിലും, പിന്നെ വൃന്ദവാദ്യുണ്ട്, പിന്നെ എന്താ പറയുക കഥാപ്രസംഗം, ഇതിലെല്ലാത്തിലും ഡ്രംസ് നല്ല ഐറ്റത്തിലായിരുന്നത്. പിന്നെ കഥാപ്രസംഗത്തിൽ തബല വായിച്ചിട്ടുമായിരുന്നുണ്ടായിരുന്നത്. ഡ്രംസ് പഠിപ്പിച്ച ആൾ നിപുൺ രാജ്, ഇവിടെ നമ്മളവിടെ അടുത്ത് തന്നെ ടാലൻസ് മ്യൂസിക് അക്കാദമി പറഞ്ഞ അക്കാദമിയത്തെ സാറാണ്. പിന്നെ വൃന്ദവാദ്യം പഠിപ്പിച്ചത് സൽമാൻ എന്ന് പറയും, ഒരു റാസാബീഗത്തിൻ്റെ കൂടെയൊക്കെ കീബോർഡ് വായിക്കുന്ന ഒരു ഫേമസ് കീബോർഡിസ്റ്റ് കൂടെയാണ്. പിന്നെ കഥാപ്രസംഗം തബല പഠിപ്പിച്ചതിൻ്റെ എൻ്റെ ഉപ്പയാണ്. അപ്പോൾ അങ്ങനെയും കൂടി ഇതായി. ഇയാള് ഇംതിയാസ് കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റ് വരെ പോയില്ലേ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് സ്റ്റേറ്റ് പോയത് ഡ്രംസ് സോളോയിലായിരുന്നു. അതും ഇതേപോലെ സാർ തന്നെയാണ് ഇതാക്കി തന്നെ, സെയിം സാർ തന്നെയാണ് പഠിപ്പിച്ചത്. അപ്പോൾ മൂപ്പരെ ഉണ്ടായത് കൊണ്ടും ആണ് ഞാൻ സ്റ്റേറ്റ് എത്തിയത്. അപ്പോൾ ഇപ്രാവശ്യം സ്റ്റേറ്റ് പോകാൻ പറ്റട്ടെ, സ്റ്റേറ്റിൽ ഫസ്റ്റ് വാങ്ങാൻ പറ്റട്ടെ. ഓക്കെ, അപ്പോൾ 93 കേരളയുടെ 1000 ഭാവുകങ്ങൾ നേരുന്നു.